സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 122/21 PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാറക്കോറമാണ്. കാറക്കോറം പർവ്വത നിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ് ആണ്. സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ നദിയാണ്. പെരിയാർ നദിയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയാണ്. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് എന്നത്. ബക്ര നംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ബക്ര നംഗൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് ബക്ര നംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയിലാണ് ബക്ര നംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തരുണി വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് കമന്റ് ചെയ്യുക. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ചത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. യക്ഷഗാനം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ല. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? നിസ്സഹരണ സമരം നിർത്തിവെക്കുന്നതിനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളാണുള്ളത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, മഹത്തായ 2 വ്യത്യസ്തങ്ങളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏകപ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏകപ്രതീക്ഷ.
ഇത് ആരുടെ വാക്കുകൾ ആണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണിവ. സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയയാണ്. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇവിടെ സൂചിപ്പിക്കുന്നതിൽ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ EMSന്റേതാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം. ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? നീൽ ദർപ്പണാണ്. നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന, എവിടത്തെയാണ്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായിട്ട് ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എന്താണ് എന്ന് ചോദിക്കും. എന്താണ്? നാടകമാണ്. ആരുടേതാണ്? ദീനബന്ധു മിത്രയുടേതാണ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ്. സ്വതന്ത്ര ചുമതലയാണ് അർജുൻ റാം മേഘ്വാൾ. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെയാണ് സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്തത്. ജ്യോതിബ ഫുലെ. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ ലഭിച്ചത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് എന്നതും നോട്ട് ചെയ്ത് വെക്കുക. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 6 മുതൽ 4 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A പ്രകാരം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 1950
ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവരിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയായിരുന്നു? മലബാറിലാണ്. മലബാർ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? മലബാറാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ സമരമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആരുമായിട്ടാണ് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധം ഇല്ലാത്തത്? സതി എന്ന ദുരാചാരത്തെ ശക്തമായിട്ട് എതിർത്തു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഒഡീഷയിൽ ജനിച്ചു. രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ്. ഒഡീഷയിൽ ജനിച്ചു എന്നതാണ് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധമില്ലാത്തത്. രാജാറാം മോഹൻ റോയ് ജനിച്ചത് എവിടെയാണ്? ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാളിലാണ്. അപ്പൊ സതി എന്ന ദുരാചാരത്തെ എതിർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ശരിയാണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചതും ആരാണ്? രാജാറാം മോഹൻ റോയ്. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളേവ? എന്തുമായിട്ടാണ്? റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. 1909 ഈ നിയമം നിലവിൽ വന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ബന്ധപ്പെട്ടത് ഏതാണ്? 1, 2, 4 ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. വിചാരണ കൂടാതെ നിശ്ചിതകാലം തടവിലിടാം. റൗലറ്റ് ആക്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഇതെല്ലാം റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1919 റൗലറ്റ് ആക്ട് നിലവിൽ വന്നത്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഏത് കാലയളവിൽ? 1993 മുതൽ 2011 വരെ ഏതൊക്കെ മേഖലകളിലാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷി നാശം. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്.
രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. മിശ്ര സമ്പദ് വ്യവസ്ഥ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി അന്ത്യോദയ അന്ന യോജനയാണ്. അന്ത്യോദയ അന്ന യോജന. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം 2020-21 കേരളമാണ്. 2024 2023-24 കേരളമാണ്. കേരളവും ഉത്തരാഖണ്ഡുമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. കേരളവും ഉത്തരാഖണ്ഡും. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല സേവന മേഖലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സേവന മേഖല. അടുത്തത് തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി തന്നിരിക്കുന്നത് തിരയും ചുഴിയും സച്ചിദാനന്ദൻ, വീണപൂവ് കുമാരനാശൻ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, നിലാവിൻ്റെ നാട്ടിൽ അക്ഷിത. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എ ആണ്. എ, തിരയും ചുഴിയും. ആരുടേതാണ് തിരയും ചുഴിയും? S. ഗുപ്തൻ നായരുടെ കൃതിയാണ് തിരയും ചുഴിയും എന്നത്. S. ഗുപ്തൻ നായർ. വീണപൂവ് കുമാരനാശാൻ്റെതാണ് ശരിയാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന കൃതി CJ തോമസിൻ്റെതാണ് ശരിയാണ്. നിലാവിൻ്റെ നാട്ടിൽ അക്ഷിത ശരിയാണ്. അടുത്തത് ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ക്രമം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1024 കിലോബൈറ്റാണ് 1 മെഗാബൈറ്റ് എന്നത്. 1024 മെഗാബൈറ്റാണ് 1 ജിഗാബൈറ്റ് എന്നത്. 1024 ജിഗാബൈറ്റാണ് 1 ടിഗാബൈറ്റ് എന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1024 കിലോബൈറ്റ് മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് 1 ടിഗാബൈറ്റ്. അടുത്ത ചോദ്യം, എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ജമൈക്കൻ കായിക താരം ശരിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനലിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഒളിമ്പിക്സിലെ സ്പ്രിംഗ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിത ആരാണ്? എലൈൻ തോംസൺ. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? pH മൂല്യം ചാരത്തിൻ്റെത് 5, തേയില 4, കുടിവെള്ളം 8, സോപ്പ് 1. ശരിയായ പ്രസ്താവന തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കുടിവെള്ളത്തിൻ്റെ pH മൂല്യം തന്നിരിക്കുന്നത് ഇവിടെ 8 ആണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ്. ചലിക്കുന്ന ശില്പമാണ് ഒഡീസി. ആദ്യകാലത്ത് മിൻറ്റേനറ്റ എന്നറിയപ്പെട്ട കായിക രൂപം വോളിബോൾ ആണ്. വോളിബോൾ. പത്മശ്രീ ലഭിച്ച ഡോക്ടർ സഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്?
ആദിവാസികൾക്കായിട്ട് ആതുര സേവനം, ഡോക്ടർ സഞ്ജയ് ദിവാകർ സച്ദേവ്, 2023 പത്മശ്രീ ലഭിച്ചത്. ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം. ആഗോള താപനത്തെക്കുറിച്ച് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCC. IPCCയുടെ പൂർണ്ണരൂപം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഫസ്റ്റ് ബെൽ 2.0 ആണ്. ഫസ്റ്റ് ബെൽ 2.0. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. കോഷിയോക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? രോഗത്തിന്റെ പേരെന്താണ്? കോഷിയോക്കർ പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് കോഷിയോക്കർ, പ്രോട്ടീനിന്റെ കുറവ്. ഒരു വിളയുടെ സങ്കരയിനമാണ് പവിത്ര ഏത് വിളയാണ്? പവിത്ര നെല്ലാണ്. നെല്ല്. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. അടുത്ത ചോദ്യം, ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1 ശരിയാണ്, 3 ശരിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ശരിയാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ശരിയാണ്. അടുത്തത്, COVID-19 എന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം. ചൈനയിലാണ് COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഘർഷണ ബലമാണ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ബ്യൂട്ടേൻ ആണ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിക്കുന്ന മിഷനാണ് എൻവിഷൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. മങ്കദച്ചു ജലവൈദ്യുത പദ്ധതിയാണ്. ഓപ്ഷൻ ബി. ജലജന്യ രോഗം തന്നിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ,
ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പിറോസിസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3, 4 1, 3, 4 എന്നിവ ജലജന്യ രോഗമാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. മൃഗങ്ങളിൽ നിന്ന് തന്നിരിക്കുന്നത് നിപ്പ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2ഉം മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 1ഉമല്ല. ഉത്തരം വരുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2ഉം. നിപ്പ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്നിവ ശരിയാണ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ കൊടുക്കുന്നത് ORS ആണ്. ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ് pH 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധം തന്നിരിക്കുന്നത് ബാക്ടീരിയ, പേൻ, വൈറസ്, വിര. ബാഹ്യപരാധം പേനാണ്. അശ്വമേധം പ്രചാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം. കുഷ്ഠമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കുഷ്ഠം. സാന്ത്വന പരിചരണം നൽകുന്നു. സാന്ത്വന പരിചരണം നൽകുന്നു കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് പ്രമേഹം. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വിറ്റാമിനുകളുടെ അഭാവം, ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അന്ധതയാണ് നിശാന്തത. ഓപ്ഷൻ സി നിശാന്തത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ ജഗത് പ്രകാശ് നന്ദയാണ്. ശ്രീ ജഗത് പ്രകാശ് നന്ദ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം. കോവാക്സിൻ, കോവിഷീൽഡ്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം സിക്കയാണ്. സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഓപ്ഷൻ എ ആണ് ജീവിതശൈലി രോഗ നിയന്ത്രണം. 2020 ഏത് അവാർഡാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും കേരളം നേടിയത്? ജീവിതശൈലി രോഗ നിയന്ത്രണം. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 4. 82. ഓപ്ഷൻ എ ആണ് 11. 83. ഓപ്ഷൻ എ 73. 84ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 85. ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 87 ഡി. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 89 ഓപ്ഷൻ സി. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 91 ഓപ്ഷൻ എ. 92 ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ സി. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ സി. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 99ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത്
ഓപ്ഷൻ എ ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്